ഹെൽത്ത് ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. നമ്മളിലെല്ലാമുള്ള ഒരു സംശയമാണ് ഗർഭിണികൾക്ക് കൈതച്ചക്ക കഴിക്കാമോ എന്നതിനെക്കുറിച്ച്. ഇന്ന് നമ്മളിവിടെ പറയുവാൻ പോകുന്നത് ഗർഭിണികൾ കൈതച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിൾ കഴിക്കാമോ എന്നതിനെക്കുറിച്ചിട്ടാണ്. ഗർഭിണികൾ പൈനാപ്പിൾ കഴിക്കരുത് എന്ന അന്ധവിശ്വാസം നമ്മുടെ സമൂഹത്തിൽ പരക്കെ നിലനിൽക്കുന്ന ഒന്നാണ്. പക്ഷേ ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് പലർക്കും അറിയില്ല. പൈനാപ്പിളിൽ അടങ്ങിയ ബ്രൊമിലൈൻ പ്രോട്ടീനെ വിഘടിപ്പിക്കുവാൻ ശേഷിയുള്ള എൻസൈമാണ്. അതിനാൽ പൈനാപ്പിൾ അബോർഷൻ ഉണ്ടാക്കുന്നു എന്ന് സമൂഹം മിഥ്യാധാരണ പുലർത്തുന്നു. ഈ ധാരണ തെറ്റാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഗർഭാവസ്ഥയുടെ ആദ്യത്തെ 3 മാസങ്ങളിൽ പൈനാപ്പിൾ ഒഴിവാക്കണമെന്ന് ഡോക്ടേഴ്സ് ശുപാർശ ചെയ്യുന്നതിൻ്റെ കാരണം പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ബ്രൊമിലൈൻ സെർവെക്സിനെ ബലഹീനമാക്കുകയും ഗർഭാശയത്തിന് ചലനങ്ങൾ ഉണ്ടാക്കുവാൻ പ്രേരണ നൽകുകയും ചെയ്യുന്നതിനാലാണ്. അതിനാൽ ആദ്യത്തെ 3 മാസങ്ങളിൽ പൈനാപ്പിൾ ഗർഭിണിയുടെ ഭക്ഷണത്തിൽ ഒഴിവാക്കുന്നതാണ് ഉത്തമം. അതിനുശേഷം മിതമായ അളവിൽ പൈനാപ്പിൾ കഴിക്കുന്നത് ഗർഭസ്ഥ ശിശുവിൻ്റെയും മാതാവിൻ്റെയും ആരോഗ്യത്തിന് അത്യുത്തമമാണ് എന്ന് പറയപ്പെടുന്നു. പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന അയണും ഫോളിക് ആസിഡും വിളർച്ച മാറ്റുവാൻ സഹായകമാണ്. അതുപോലെ ഗർഭകാലത്തെ അവസാനത്തെ മാസങ്ങളിൽ പൈനാപ്പിൾ കഴിക്കുന്നത് സ്വാഭാവിക പ്രസവത്തിന് സഹായിക്കുന്നതായും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ചില ഡോക്ടേഴ്സ് ഗർഭിണികൾക്ക് 8-9 മാസങ്ങളിൽ പൈനാപ്പിൾ ധാരാളമായി കഴിക്കുവാനുള്ള ഉപദേശവും നൽകാറുണ്ട്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് സാധാരണയായി ഡോക്ടേഴ്സ് നൽകുന്ന ഒരു മരുന്നാണ് ബെറ്റാ ബ്ലോക്കേഴ്സ്. ഇത് രക്തത്തിലെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂട്ടുന്നു. അതിനാൽ പൊട്ടാസ്യം അടങ്ങിയ പൈനാപ്പിൾ, ഏത്തപ്പഴം മുതലായവ ഈ രോഗികൾ ഡോക്ടറുടെ നിർദ്ദേശമനുസരണം മാത്രമേ കഴിക്കാവൂ. കിഡ്നി ശരിയായി പ്രവർത്തിക്കാത്തവർ പൊട്ടാസ്യം അടങ്ങിയ ആഹാരം വർജിക്കുന്നതാണ് ഉത്തമം. രക്തത്തിൽ അധികമായുള്ള പൊട്ടാസ്യത്തിന് അരിച്ചു കളയാനുള്ള കഴിവ് കിഡ്നിക്കില്ലാത്തതിനാൽ പൈനാപ്പിൾ ഇത്തരം രോഗികൾക്ക് നല്ലതല്ല. പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ബ്രോമിലൈൻ ഒരു മീറ്റ് ടെൻഡറൈസറാണ്. അതിനാൽ ചിലരിൽ ഇത് ചുണ്ടുപൊട്ടൽ, വായിലെ തൊലിപോകൽ, ശ്വാസം മുട്ടൽ എന്നിങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ചിലരിൽ ഇത് താൽക്കാലികമാണ്. കടുത്ത അലർജിയുടെ ലക്ഷണങ്ങൾ കാണുന്നവർക്ക് പൈനാപ്പിൾ നൽകരുത്. ഷുഗർ ധാരാളമുള്ളതിനാൽ പ്രമേഹ രോഗികൾക്ക് പൈനാപ്പിൾ ഒരു നിശ്ചിത അളവിൽ മാത്രമേ നൽകാവൂ. ബ്രൊമിലൈൻ രക്തം കട്ടപിടിക്കാതിരിക്കുവാൻ സഹായിക്കും. ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് രക്തം കട്ടപിടിക്കാതിരിക്കുവാനുള്ള മരുന്ന് നൽകാറുണ്ട്. ഇത്തരം രോഗികൾക്ക് പൈനാപ്പിൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നൽകാവൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത്. കൂടുതൽ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.